നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വീണ്ടും തീപിടുത്തം. ഇത്തവണ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ സ്ഥാപനം കത്തിനശിച്ചു. രക്ഷപ്പെട്ടത് നമസ്കാരത്തിന് പോയവർ. കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക്. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ഫർണിച്ചർ വർക്ക്ഷോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ദമാം നഗരത്തിൽ പ്രവർത്തിക്കുന്ന മരയുരുപ്പടികൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പിലാണ് തീ പടർന്നു പിടിച്ചത്. സിവിൽ ഡിഫൻസ് അധികൃതർ തീയണച്ച് രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ തൊഴിലാളിയെ റെഡ് ക്രസന്റ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് നീക്കി. സമാനമായ മറ്റൊരു സംഭവത്തിലും യാംബുവിൽ പെട്രോൾ ബങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ പടർന്നുപിടിച്ച തീ യാംബു സിവിൽ ഡിഫൻസും അണച്ചു. സ്ഥാപനം ഏറെക്കുറെ പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പെട്രോൾ ബങ്കിലേക്കും തീ പടർന്നു പിടിക്കാതെ നോക്കാൻ സിവിൽ ഡിഫൻസിന് സാധിച്ചു. ആർക്കും പരിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് പറഞ്ഞു. അതേസമയം സൗദി അറേബ്യയിലെ അൽഹസയിൽ ഇന്നലെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 10 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ പ്രവാസി മലയാളിയും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ് തീപിടുത്തത്തിൽ മരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് അഴീക്കോട് താമസിക്കുന്ന നിസാം എന്ന അജ്മൽ ഷാജഹാനാണ് മരണപ്പെട്ടത്. തീപിടുത്തത്തിൽ 10 പേരാണ് മരിച്ചത്. 8 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞവയിൽ 5 പേർ ഇന്ത്യക്കാരും 3 പേർ ബംഗ്ലാദേശ് പൗരന്മാരുമാണ് എന്നാണ് വിവരം. അൽഹസയിലെ ഹുഫൂഫിൽ ഇൻഡസ്ട്രിയൽ മേഖലയിലെ ഒരു വർക്ക്ഷോപ്പിലാണ് വൈകിട്ടോടെ തീപിടുത്തമുണ്ടായത്. അൽഹസയിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ സ്ക്രാപ്പ്യാർഡിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സോഫകളുടെ അപ്ഹോൾസ്റ്ററി വർക്ക്ഷോപ്പിനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. വർക്ക്ഷോപ്പിന്റെ മുകളിൽ താമസിച്ചവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ അൽഹസയിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് 4 പേരാണ്. തീപിടുത്തമുണ്ടായ സമയത്തിനു മുൻപ് ഇവർ 4 പേരും പുറത്തേക്ക് പോയിരുന്നു. ഇതാണ് ദാരുണമായ അപകടത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ചത്. മരിച്ചവരെ വിരലടയാള പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ 2 പേരുടെ വിവരങ്ങൾ ഇനിയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ആകെ 10 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇതിൽ ഒരാൾ മലയാളിയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് അഴീക്കോട് താമസിക്കുന്ന പൂന്തുറ സ്വദേശി നിസാം എന്ന അജ്മൽ ഷാജഹാനാണ് മരണപ്പെട്ട മലയാളി. മരിച്ചത് 5 ഇന്ത്യക്കാരും 3 ബംഗ്ലാദേശി സ്വദേശികളുമാണെന്നാണ് പ്രാഥമിക വിവരം. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ദാരുണമായ തീപിടുത്തമുണ്ടായത്. അൽഹസയിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ സ്ക്രാപ്പ്യാർഡിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സോഫകളുടെ അപ്ഹോൾസ്റ്ററി വർക്ക്ഷോപ്പിനാണ് തീപിടിച്ചത്. മലയാളിയായ സ്ഥാപന ഉടമ ഉൾപ്പെടെ 14 പേരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇതിൽ 3 പേർ സുഹൃത്ത് സന്ദർശനങ്ങൾക്കായി നേരത്തെ തന്നെ പുറത്തുപോയിരുന്നു. ഒരാൾ അസർ നമസ്കാരത്തിനായി 3:30 പുറത്തേക്ക് പോയി. ഇതുകൊണ്ടാണ് ഈ 4 പേർ രക്ഷപ്പെട്ടത്. അന്തരീക്ഷത്തിലെ കടുത്ത ചൂടും കാറ്റും പെട്ടെന്ന് തീപടരാൻ സഹായിക്കുന്ന സ്പോഞ്ച്, പശ ഉൾപ്പെടെയുള്ള ദ്രാവകങ്ങളുടെ സാന്നിധ്യം എന്നിവയെല്ലാം അപകടത്തെ കൂടുതൽ തീവ്രമാക്കി. തീ പടർന്ന് നിമിഷങ്ങൾക്കകം ഇത് കെട്ടിടം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. കറുത്ത പുക നിറഞ്ഞതോടെ മുകളിലെ മുറിയിലുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പുകയും ചൂടും തിരിച്ചറിഞ്ഞ് 2 പേർ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ തീയിലകപ്പെട്ട് പൂർണ്ണമായും കത്തിക്കരിയുകയായിരുന്നു. വിജനമായ സ്ഥലവും ജോലി ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമയവുമായതിനാൽ അധികം പേരും ഉച്ച ഉറക്കത്തിലായിരുന്നു. 10-ലധികം അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ഈ സ്ഥലം പൂർണ്ണമായും സുരക്ഷാ സേനയുടെ വലയത്തിലാണ്. വിരലടയാളം പതിച്ചപ്പോൾ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിച്ചവർ ബംഗാളികളാണെന്നാണ് സമീപ കടകളിലുള്ളവരുടെ വിശദീകരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശികളെ ബംഗ്ലാദേശികളെ തെറ്റിദ്ധരിച്ചതാണോ അതോ ഇവർ വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടിൽ എത്തിയതാണോ എന്നത് വ്യക്തമല്ല. മൃതദേഹങ്ങൾ അൽഹസ സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.